ജന്മനാന്തനായ ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തി. അവിടെ കൂടി വന്നവർ അവരോട് ചോദിച്ചു, നീ അന്ധനായിരുന്നു, നിനക്ക് സൗഖ്യം തന്നത് ആരാണ്? നീയാണോ അവിടെ നിന്ന് ഭിക്ഷ അയച്ചത്? അവരിതെല്ലാം പറഞ്ഞു. അവർ വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവർ ചെന്ന് മാതാപിതാക്കളോട് ചോദിക്കുകയാണ്. മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവർ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ ഞങ്ങളുടെ മകനാണെന്നും ജന്മന അന്ധനായിരുന്നെന്നും അവരോട് നിന്ന് ഭിക്ഷ അയച്ചെന്നും ഇപ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടെന്നും ഒക്കെ പറയും. പക്ഷെ ആരാ കാഴ്ച കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വേണ്ടിയില്ല. കാര്യം എന്താണ്? അയ്യോ, ആ സിനഗോഗിൽ അംഗത്വം പോയാൽ എന്നാ ചെയ്യും? ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അംഗീകരിക്കാത്ത സിനഗോഗിലെ അംഗത്വത്തെ സത്യത്തിന് സാക്ഷ്യം നൽകുന്നതിനേക്കാൾ, ദൈവത്തെ സ്വന്തമാക്കുന്നതിനേക്കാൾ കൂടുതലായി സ്നേഹിച്ചു. ഇന്ന് പലർക്കും ഇങ്ങനെയാണ് സാക്ഷ്യം നൽകുന്ന കാര്യത്തിൽ. ചില മനുഷ്യരോടൊക്കെ ഒന്ന് അല്ല അവരുടെ മുഖം കറക്കുമോ, അവരുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് പേടിച്ചിട്ട് പലപ്പോഴും ദൈവസാക്ഷ്യത്തിൽ നിന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പലരും അകന്നു മാറും. ഭൗതികമായ പറഞ്ഞതിനെയും സ്ഥാനങ്ങളെ, അംഗീകാരങ്ങളെ ഒക്കെ സ്നേഹിക്കുന്നതുകൊണ്ട് സത്യം പറയാൻ പലപ്പോഴും വിമുഖത കാണിക്കും. ഇന്ന് രാവിലെ വായിച്ച സ്നേഹാവാരിയിൽ നാം കേട്ടു, അപ്പോസ്തലന്മാരൊരു ദൈവനാമത്തിൽ അത്ഭുതം ചെയ്തു. അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ച് തിരിച്ചു ചോദിച്ചു, എന്നറിയാമോ? ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങളെയാണ് അനുസരിക്കേണ്ടത്. അപ്പോസ്തലർ 4:19. നിങ്ങൾ ഞങ്ങളെ തല്ലിക്കൊന്നാലും ശരി, ഞങ്ങൾ കണ്ടത് ഞങ്ങൾ വിളിച്ചു പറയും. മനസ്സിലായി? ഇതായിരിക്കണം നമ്മുടെ നിലപാട്. ദൈവത്തെക്കാൾ ഉപരിയായി ഒരുത്തനെ അംഗീകരിക്കാൻ പോകുന്നത്. വലിയ പുള്ളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസ്നേഹവിരുദ്ധമായ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ദൈവാത്മാവിൽ ചേർന്നുകൊണ്ട് അതിന് കൂട്ടു നിൽക്കാതിരിക്കാനുള്ള ഒരു നല്ല മനോഭാവവും നമ്മളിൽ വളരണം. വീട്ടുകാരാണെങ്കിലും കൊള്ളാം, നാട്ടുകാരാണെങ്കിലും കൊള്ളാം, ഇവിടുത്തെ വലിയ സാറന്മാരാണെങ്കിലും കൊള്ളാം, വലിയ ആത്മീയനാണെങ്കിലും കൊള്ളാം. ഒത്തിരി നല്ല ആത്മീയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് ചില ആവശ്യമില്ലാത്ത പരിപാടികളുണ്ടെങ്കിൽ ശരിയല്ല എന്ന് പറയാം. അത് ശരിയല്ല. സാക്ഷ്യം നൽകുന്നവരായി മാറുക, ദൈവിക ദൗത്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി മാറുക. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാങ്ങുക.